Today we are going to discuss about bond. എന്താണ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എ ബോണ്ട് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് പ്രോമിസസ് ടു പേ എ സ്റ്റേറ്റഡ് സം ഓഫ് മണി ആസ് ഇൻട്രസ്റ്റ് ഈച്ച് ഇയർ ആൻഡ് ടു റീപേ ദ ഫേസ് വാല്യൂ ഓഫ് ദി ബോണ്ട് കോൾഡ് ദി പവർ വാല്യൂ അറ്റ് സം ഫ്യൂച്ചർ റിഡംഷൻ ഡേറ്റ്. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓരോ വർഷത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ പണം പ്രോമിസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ബോണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ റിഡംഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു, അതായത് കടം വീട്ടുക എന്നുള്ള, റിഡംഷൻ എന്ന് പറഞ്ഞാൽ കടം വീട്ടുക. ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുന്നത് വരെ എന്ത് ചെയ്യും, നമുക്ക് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ പണം കിട്ടും. ഇനി ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്, നമ്മൾ ഈ ഒരു ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന വില നമുക്ക് തിരിച്ച് കിട്ടുന്നത് എപ്പോഴാണ്, ഈ ഫ്യൂച്ചർ റിഡംഷൻ ഡേറ്റിൽ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഓരോ വർഷം തോറും നമുക്ക് ക്യാഷ് തരും, അല്ലെങ്കിൽ പണം നമുക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ, അതിൻ്റെ മുഖവില എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഒരു റിഡംഷൻ ഡേറ്റ് ഉണ്ടായിരിക്കും. ഇന്ന മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഇന്ന ഡേറ്റിലായിരിക്കും, ആ ഡേറ്റിൽ നമുക്ക് അതിൻ്റെ ഫേസ് വാല്യൂ കിട്ടും. The time until the redemption date is called the term to maturity or the term of the bond. ഇപ്പോൾ റിഡംഷൻ ഡേറ്റ് വരെയുള്ള സമയത്തിനെ എന്താണ് പറയുന്നത്, ദ ടേം ടു മെച്യൂരിറ്റി ഓർ ദ ടേം ഓഫ് ദി ബോണ്ട് എന്നാണ് പറയുന്നത്. ദ ടേം ടു മെച്യൂരിറ്റി ഓർ ദ ടേം ഓഫ് ദി ബോണ്ട്. ഓക്കെ, സം ബോണ്ട്സ് കോൾഡ് പെർപ്പിച്യൂറ്റീസ് പേ ഇൻട്രസ്റ്റ് ഫോർ എവർ ബട്ട് നെവർ റീപേ ദ പ്രിൻസിപ്പൽ. ചില ബോണ്ട്സുകൾ പെർപ്പിച്യൂറ്റീസ് എന്നാണ് പറയുക. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഇറ്റ് ഓൺലി പേ ഇൻട്രസ്റ്റ് ഫോർ എവർ. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാവില്ല, അതായത് പാർ വാല്യൂ പിന്നെ കിട്ടൂല. ഓക്കെ, അപ്പോൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓരോ ഇയറിലും നമുക്ക് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ പണം തിരിച്ച് കിട്ടുന്നു. നമ്മൾ ഫേസ് വാല്യൂ തിരിച്ച് കിട്ടുന്നത് എപ്പോഴാണ്, ഫ്യൂച്ചർ റിഡംഷൻ ഡേറ്റിലാണ്. ഓക്കെ, ഫേസ് വാല്യൂ കിട്ടാത്ത ബോണ്ടിനെയാണ് പെർപ്പിച്യൂറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു ബോണ്ടിൻ്റെ മാർക്കറ്റ് പ്രൈസും അതേപോലെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, അല്ലേ, ഇൻഡയറക്റ്റ് റിലേഷനാണ്, അതായത് നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. മാർക്കറ്റ് പ്രൈസ് കൂടുമ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും, മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് കുറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും. ഓക്കെ, an increase in the market rate of interest will result in a decrease in the market price of bonds, and on the other hand a decrease in the market rate of interest leads to an increase in the market price of a bond. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലപോലെ ഓർത്ത് വെക്കുക. എന്താണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ടും അതേപോലെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് പാർ വാല്യൂ. ഫസ്റ്റ് വൺ, പാർ വാല്യൂ. The initial value of the bond and what is repaid to the holder when the bond matures. പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ബോണ്ടിൻ്റെ തുടക്കത്തെ വാല്യൂ, തുടക്കകാലത്തെ വാല്യൂ, അതിൻ്റെ പ്രൈസ് എന്താണോ എന്നുള്ളത്. ഓക്കെ, തുടക്കത്തിലുള്ള വാല്യൂ, ഇനീഷ്യൽ വാല്യൂ ആണ് എന്ത്, പാർ വാല്യൂ, അല്ലെങ്കിൽ വാട്ട് ഈസ് റീപെയ്ഡ് ടു ദി ഹോൾഡർ വെൻ ദ ബോണ്ട് മെച്യൂർസ്. ബോണ്ട് മെച്യൂരിറ്റി പീരീഡിൽ എത്തുമ്പോൾ എന്താണ് ആ ഹോൾഡർക്ക്, അത് കൈവശം വെക്കുന്ന ആൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് പാർ വാല്യൂ. ഓക്കെ, then coupon rate. The annual interest rate the bond pays stated in percentage terms, it is fixed. ഇപ്പോൾ കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ബോണ്ടും കൊടുക്കുന്ന ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, അത് ഫിക്സ്ഡ് ആയിരിക്കും, അത് പേഴ്സൻറ്റേജ് ടേംസിലാണ് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് കൂപ്പൺ പേയ്മെൻറ്റ്. ദ ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് സ്റ്റേറ്റഡ് ഇൻ റുപ്പീസ്. അപ്പോൾ ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, അല്ലേ, ഓരോ വർഷമുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് റുപ്പീസിൽ പറയുന്നതാണ് എന്ത്, കൂപ്പൺ പേയ്മെൻറ്റ്. പേഴ്സൻറ്റേജ് ടേംസിൽ പറയുന്നത് കൂപ്പൺ റേറ്റ്. ദെൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് എന്താണോ ബോണ്ടിൻ്റെ വില, അല്ലേ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ബോണ്ടാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് PV = R/I എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. R എന്ന് പറഞ്ഞാൽ കൂപ്പൺ റേറ്റ് ഇൻ മണി ടേംസ് ആൻഡ് I is the market rate of interest. Okay, then capital gain or loss.
ദാറ്റ് ഈസ് നെറ്റ് ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് ദി ബോണ്ട്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂവും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണല്ലേ എന്ത് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് എന്ന് പറയുന്നത്. അതാണ് നെറ്റ് ചേഞ്ച്, എന്ത് വ്യത്യാസം വന്നു എന്നുള്ളതാണ്. വാല്യൂ ഓഫ് ദി ബോണ്ടിൻ്റെ വാല്യൂവിൽ എന്ത് വ്യത്യാസം വന്നു എന്നുള്ളതാണ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു ടേബിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഈ ടേബിളിൽ ഫസ്റ്റിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഏത് സമയത്താണ് ഇഷ്യൂ ചെയ്തത്, ഏത് വർഷം വർഷം മാറുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാർ വാല്യൂ, ദെൻ കൂപ്പൺ റേറ്റ്, കൂപ്പൺ പേയ്മെൻറ്റ്സ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട്, ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തായിരുന്നു 1000 ആയിരുന്നു. കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 4% ആണ്, ഫിക്സ്ഡ് ആണ്. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ദ ബോണ്ട് പേയ്സ് അല്ലേ, പെർസെൻറ്റേജ് ടേംസിൽ പറയുന്ന ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഫിക്സ്ഡ് ആണ്. അപ്പോൾ കൂപ്പൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ 4%, പാർ വാല്യൂയുടെ 4% ആണ് വരിക, അത് കൂപ്പൺ പേയ്മെൻറ്റ്. മോണിറ്ററി ടേംസിലാണ് പറയുന്നത്. അപ്പോൾ 4% ആയതുകൊണ്ട് 1000 ആയതുകൊണ്ട് 4% ആയതുകൊണ്ട് എന്താണ് 40 വരും കൂപ്പൺ പേയ്മെൻറ്റ്. ദെൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പ്രസൻറ്റ് കണ്ടീഷൻ എന്താണോ, മാർക്കറ്റിലെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ദെൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് അതിലും വ്യത്യാസം വന്നിരിക്കും, മാർക്കറ്റിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനും വ്യത്യാസം വന്നിരിക്കും. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ്, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ടും അതേപോലെ ഇനീഷ്യൽ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അതാണ് ക്യാപിറ്റൽ ഗെയിൻ ഓർ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തിൽ വരുന്ന മാറ്റം, നെറ്റ് ചേഞ്ച് എന്താണോ എന്നുള്ളതാണ് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട് എങ്ങനെയാണ് കണ്ടിരുന്നത്, ഇക്വേഷൻ PV = R/I ആയിരുന്നു അല്ലേ. അപ്പോൾ ആദ്യം ഇനീഷ്യൽ വാല്യൂ, അതായത് ഇഷ്യൂ ചെയ്തപ്പോൾ 1000 ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദ ടേബിൾ ഷോസ് ദാറ്റ് when a rupees 1000 bond is issued paying a yield of 4%, the coupon payment is ₹40 a year അല്ലേ. പാർ വാല്യൂ 1000 ആയിരുന്നു, കൂപ്പൺ റേറ്റ് 4% എന്നുള്ള രീതിയിൽ, അതായത് വർഷം 4% കിട്ടും. അപ്പോൾ കൂപ്പൺ പേയ്മെൻറ്റ് എത്രയാണ്, 40 ആണ്. ഇഫ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 4%, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% ആവുമ്പോൾ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ബോണ്ട് വിൽ ബി ₹1000 ആയിരിക്കും. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% ആവുമ്പോൾ എത്രയായിരിക്കും മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് PV = R/I. അപ്പോൾ റുപ്പീസ് എന്താണ് 40/R എന്ന് പറയുന്നത് എന്തായിരുന്നു, കൂപ്പൺ റേറ്റ് ഇൻ മണി ടേംസ് ആണ്. കൂപ്പൺ റേറ്റ് ഇൻ മണി ടേംസ്, അതായത് കൂപ്പൺ പേയ്മെൻറ്റ്സ്. കൂപ്പൺ പേയ്മെൻറ്റ്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് എത്രയാണ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% ആണ്. പെർസെൻറ്റേജിൽ മാറ്റി പറയുമ്പോൾ 0.04 =1000. ഓക്കെ, there will be no capital gain or loss when the holder sells the bond. അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിനോ ലോസോ ഉണ്ടാവില്ല. എന്താണ്, ഇവിടെയും 1000 ആണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട് 1000 ആണ്, അതുകൊണ്ട് രണ്ടും കൂടെയുള്ള മാറ്റം എന്താണ്, 0 ആണ്. നെക്സ്റ്റ്, അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3 years ലേറ്റർ, അതായത് 3 വർഷം കഴിഞ്ഞതിന് ശേഷം 4%-ൽ നിന്ന് 5%-ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് കാണാൻ എന്താണ് 40/0.05 ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 800 ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇനീഷ്യൽ വാല്യൂവിനേക്കാളും 200 രൂപ കുറവാണ് ഇവിടെ അല്ലേ 800 വരുമ്പോൾ. അപ്പോൾ എന്താണ്, നഷ്ടമാണ് വരുന്നത്, 200 എന്ന് വരുന്നത്. അപ്പോൾ വീണ്ടും അത് ഒരു കൈവശം വെക്കാൻ ആർക്കും ഹോൾഡർക്ക് താല്പര്യം ഉണ്ടാവില്ല, അവർ വിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷം 6% ആയിട്ട് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ്, R/I ചെയ്യുമ്പോൾ 40/0.06 ചെയ്യും, അപ്പോൾ 667 വരും. അപ്പോൾ 1000 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 667 - 1000 ചെയ്യുമ്പോൾ -333 ആണ് വരിക അല്ലെ, 333 വരും. അപ്പോഴും നഷ്ടമാണ്. പിന്നെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3% കുറഞ്ഞു.
3% കുറയുകയാണെന്നുണ്ടെങ്കിൽ 40/0.03 ചെയ്യുമ്പോൾ എന്താ വരുന്നത് 1333 വരും. അപ്പോൾ ഇനീഷ്യൽ വാല്യൂവും മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് നോക്കുമ്പോൾ, അതായത് വ്യത്യാസം നോക്കുമ്പോൾ അല്ലെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് -1000 എന്ന് വരും, പ്ലസ് 333 അല്ലെ 333 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് അല്ലേ കൂടുതൽ, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. പിന്നെ 2% ആയിട്ട് ഡിക്രീസ് ചെയ്തു. 2% ആയിട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ R/I വെച്ച് ചെയ്യുമ്പോൾ 40/0.02 വരും, = 2000 അല്ലേ. 2000 - 1000 = 1000. അപ്പോൾ 1000 രൂപ ലാഭമാണ്, ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഇതിന് നോക്കിയാൽ അറിയാം, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് എന്ത് ചെയ്യും, കുറയും അല്ലേ. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് കൂടും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ടും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പുസ്തകം കയ്യിലുള്ളവരതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, so this is all about bond and relationship between bond price and interest rate.